അവിടെ തിരുവാങ്കുളത്ത് നടു റോഡിൽ മാനസിക വെല്ലുവിളിയുള്ള യുവാവിന്റെ പരാക്രമം. ഗ്ലാസുകൾ തല്ലിത്തകർത്തു. പോലീസും നാട്ടുകാരും ചേർന്ന് യുവാവിനെ കീഴ്പ്പെടുത്തി. ആ കാർ കൊണ്ട് തന്നെ അവനെ മേത്ത് ഇടിച്ചങ്ങ് കയറ്റിയാൽ മതിയായിരുന്നു. ആ കാർ കൊണ്ട് തന്നെ അവൻ ഇടിച്ചങ്ങ് മേത്തേക്ക് കയറ്റിയാൽ മതിയായിരുന്നു. വീണ് കഴിയുമ്പോൾ സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, എന്താണ് ഉണ്ടായത് അവിടെ? ജിൽസി സൈഫുദ്ദീൻ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവാങ്കുളം, തൃപ്പൂണിത്തുറയ്ക്ക് സമീപം തിരുവാങ്കുളത്ത് ബിവറേജസ് ഷോപ്പിന് സമീപത്തായിട്ടാണ് ഈ യുവാവ് ഇത്തരത്തിൽ ഒരു അതിക്രമം കാണിച്ചത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന യുവാവാണ്. യുവാവ് മദ്യപാനത്തിന് അടിമയായിരുന്നു. പിന്നീട് ഡി അഡിക്ഷൻ സെൻ്ററിൽ ചികിത്സയായിരുന്നു. ഇതിനിടയിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഈ നടു റോഡിൽ നിലയുറപ്പിച്ച യുവാവിൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് വടി ഉണ്ടായിരുന്നു. ഈ ഇരുമ്പ് വടി ഉപയോഗിച്ച് സമീപത്തെ രണ്ട് വാഹനങ്ങൾ, അതുവഴി എത്തിയ രണ്ട് വാഹനങ്ങളുടെ ഗ്ലാസുകൾ തല്ലി തകർക്കുകയും ചെയ്തു. പിന്നീട് ആളുകൾക്ക് നേരെയും യുവാവ് അക്രമം കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ ആ പ്രദേശത്ത് പോലീസുകാർ എത്തുകയും ചെയ്തു. പോലീസുകാരും നാട്ടുകാരും ഈ യുവാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവർക്കെതിരെയും തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് യുവാവിനെ കീഴ്പ്പെടുത്താൻ ആയത്. യുവാവ് സ്വമേധയാ വടി താഴെയിട്ട് മാറി നിൽക്കുകയും ചെയ്തു. ആ സമയത്ത്, ശാന്തനായ സമയത്ത് യുവാവിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. ബന്ധുക്കളും നാട്ടുകാർ, പോലീസുകാരൊക്കെ ചേർന്ന് യുവാവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ചികിത്സയിലാണ്. എന്തായാലും ഈ യുവാവിന് മാനസിക വെല്ലുവിളി ഉള്ളതിനാൽ ആരും പരാതി നൽകിയിട്ടില്ല. ഈ വാഹന ഉടമകൾ ആരും തന്നെ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടില്ല. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തി മറ്റ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്.